മക്കളില്ലാതെ അതിൻ്റെ പേരിൽ ജീവിത സമ്മർദ്ദവും ഒറ്റപ്പെടുത്തലും തള്ളിപ്പറച്ചിലും കുടുംബത്തിൽ നിന്ന് കർത്താവ് ഒരു രണ്ടാം പൗരൻ എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നവരുണ്ട്. ഈശോയെ അവഗണിക്കപ്പെടുന്നവർ കർത്താവ് ഈ വിഷയമല്ല മറ്റ് പല വിഷയങ്ങളിലും കുടുംബത്തിലും ഓഫീസിലും പ്രവർത്തന മണ്ഡലങ്ങളിലും സമൂഹത്തിലും അവഗണനയുടെ നൊമ്പരം അനുഭവിക്കുന്നുണ്ട്. ഈശോയെ അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് ആരെല്ലാം അവഗണിച്ച് ഞങ്ങൾക്ക് എന്ത് കാര്യം, അങ്ങ് അവഗണിച്ച കേൾക്കാതിരുന്ന മാത്രം മതി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യം, അങ്ങാണ് ഞങ്ങളുടെ ആത്മധൈര്യം. കർത്താവ് ആ ആത്മധൈര്യത്താൽ അങ്ങ് ആത്മാവിനായി മക്കൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു മനുഷ്യനെ കടന്നു പോകാൻ പറ്റുന്ന എല്ലാവിധ ക്ലേശങ്ങളിലൂടെയും നീയും നിൻ്റെ അമ്മയാ പരിശുദ്ധ കന്യാസ്മരിയെ കടന്നു പോയതാണ്. അവരാണ് ഞങ്ങളുടെ മാതൃക, നീയാണ് ഞങ്ങളുടെ ഏക മധ്യസ്ഥൻ. അമ്മയുടെ മാതൃകയിലും ഈശോയുടെ രക്ഷാകര